സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മരിച്ചു പോയേക്കാം, അല്ലെങ്കിൽ നാളെ പോയേക്കാം. ഒരുപക്ഷെ ഭാര്യയുടെ അടുത്ത് കിടന്നുറങ്ങുമ്പോൾ പിറ്റേ ദിവസം രാവിലെ ഷെഫീഖ് എണീക്കൊന്ന് പറയാൻ പറ്റില്ല. ഒരു സംശയവും വേണ്ട, ഷെഫീഖ് മരണപ്പെട്ടാൽ, ഷെഫീഖ് മയ്യത്തായാൽ ഷെഫീഖിന്റെ മയ്യത്തും തോളിലേറ്റിയിട്ട് എൻ്റെ ഉപ്പ പോകുന്നൊരു പോക്കുണ്ട്. എൻ്റെ ഏട്ടൻ ആ മയ്യത്ത് കട്ടിലുമ്പോൾ പിടിക്കുന്ന ഒരു പിടുത്തമുണ്ട്. എൻ്റെ കണ്ണിൽ അതെനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ തഹ്ലീല് ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി എന്നെ രാമപുരം പള്ളിയിലെ സ്വാലിഹ് ഫൈസി ഇമാമത്ത് നിൽക്കുന്ന ആ ഒരു പള്ളിയിൽ എന്നെ കൊണ്ടുപോയിട്ട് വെക്കുമ്പോൾ, ആ മിഹ്റാബിന്റെ മുമ്പിൽ എന്നെ കൊണ്ടുപോയിട്ട് വെക്കുമ്പോൾ എൻ്റെ സ്വാലിഹ് ഫൈസി, എൻ്റെ ഉസ്താദായിട്ടുള്ള സ്വാലിഹ് ഫൈസി ആ മൈക്ക് എടുത്തിട്ട് ഒരു ചോദ്യം പറയാനുണ്ട്. ഈ ഷെഫീഖിന്റെ മുകളിൽ വല്ല ബാധ്യതയും ഉണ്ടെങ്കിൽ ആ ബാധ്യത മുഴുവനായിട്ടും എൻ്റെ ഉപ്പ ഒരു പക്ഷേ ഏറ്റെടുത്തേക്കാം. പക്ഷേ 1000 ഉസ്താദുമാർക്ക് 10 ലക്ഷം രൂപയിൽ 900 സ്ക്വയർ ഫീറ്റിന്റെ വീട്, അതും ഉസ്താദുമാർ ഇഷ്ടപ്പെട്ട പ്ലാനിൽ, അവരെ പ്ലോട്ടിന് ഇഷ്ടപ്പെട്ട രീതിയിൽ 900 സ്ക്വയർ ഫീറ്റിന്റെ വീട് 10 ലക്ഷം രൂപ വകയിരുത്തിയാൽ 100 കോടി രൂപയുടെ ബഡ്ജറ്റ്. ഈ 100 കോടി രൂപയുടെ ബഡ്ജറ്റിന്റെ ബാധ്യത ഷെഫീഖ് ഏറ്റെടുക്കൂല കേട്ടോ. ഷെഫീഖ് എന്നല്ല, ഷെഫീഖിന്റെ കുടുംബത്തിന് ഏറ്റെടുക്കാൻ കഴിയില്ല. എൻ്റെ ഉപ്പാക്ക് ആളുള്ളത് 1 ഏക്കറും 35 സെന്റ് സ്ഥലമാണ്. ആ സ്ഥലത്തിന്റെ അവകാശികളായിട്ട് ഞങ്ങൾ 5 മക്കളുണ്ട്. ഞങ്ങളെ സ്വത്തിൽ നിന്നോ ഞങ്ങളെ അനന്തരാവകാശത്തിൽ നിന്നോ ഒരു ഉസ്താദിന് വീടച്ചരാൻ ഒരിക്കലും ഞാൻ അതിന്റെ വാക്കോ ബാധ്യതയോ ഏറ്റെടുക്കൂല. ഷെഫീഖ് അത് ഏറ്റെടുക്കൂല. നിങ്ങളെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന സംഭാവന, ആ സംഭാവനക്ക് നിങ്ങൾ എനിക്ക് തരുന്നൊരു വാക്കുണ്ട്. ഈ സംഭാവന നീ നിന്റെ വീട്ടിലേക്ക് എടുക്കരുത്, നിന്റെ കുടുംബത്തിലേക്ക് ഇരിക്കരുത്, നിന്റെ ഡ്രസ്സിൽ എടുക്കരുത്, നിന്റെ പാൻസിൽ ഉണ്ടാവരുത്. ഞങ്ങൾ തരുന്ന ഈ സംഭാവന ഒരു ഉസ്താദിന്റെ വീട്ടിലെ ടൈലായിരിക്കണം, ഒരു ഉസ്താദിന്റെ വീട്ടിലെ ചുമരായിരിക്കണം, കല്ലായിരിക്കണം, ഒരു ഉസ്താദിന്റെ വീട്ടിലെ പെയിന്റ് ആയിരിക്കണം, ഒരു ഉസ്താദിന്റെ വീട്ടിലെ കമ്പി ആയിരിക്കണം. ഈ ഒരൊറ്റ എഗ്രിമെന്റിൽ മാത്രമേ താഴെയാണ് വിളിക്കുന്നത്. ഈ ഒരു എഗ്രിമെന്റിൽ മാത്രമേ നിങ്ങൾ തരുന്ന ക്യാഷിനെ ഇവിടെ സ്വീകരിക്കുകയുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കും, ഷെഫി ഈ നാളെ തട്ടിപ്പോയി, നാളെ ഈ മരിച്ചു ഈ പറഞ്ഞ പോലെ, അപ്പൊ ഞങ്ങൾ തന്ന ക്യാഷിന്റെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കും? ഈ ട്രസ്റ്റ്, ഡിവൈൻ ഹാൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഈ ഗവൺമെന്റ് അംഗീകൃത പത്രം വെച്ച് ആര് ഈ ട്രസ്റ്റ് ഏറ്റെടുക്കുന്നുവോ, ആര് ഈ ട്രസ്റ്റിന്റെ ട്രസ്റ്റികളായിട്ട് മാറുന്നുവോ, എല്ലാ എങ്കിൽ എനിക്ക് കാലശേഷം ആര് ഈ സ്ഥാനത്തേക്ക് വരുന്നുവോ അയാൾക്ക് ഇതിലെ 1 രൂപ ഉണ്ടെങ്കിൽ ആ 1 രൂപ അയാൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലേക്ക് മാറ്റാൻ കഴിയില്ല. ഈ ട്രസ്റ്റ് നിശ്ചയപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെയാണ്. ഈ ട്രസ്റ്റിന്റെ എല്ലാ ഉത്തരവാദിത്വവും അഥവാ എന്റെ കാലശേഷവും ഇതിലെ ക്യാഷ് എടുക്കുക എങ്ങനെ പറ്റുള്ളൂ? ഒരു സ്ഥാനം വീടച്ചു കൊടുക്കാനേ പറ്റുള്ളൂ. 1000 സ്ഥാനമാർക്ക് വീട്. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മരിച്ചു പോയേക്കാം, അല്ലെങ്കിൽ നാളെ പോയേക്കാം. ഒരുപക്ഷെ ഭാര്യയുടെ അടുത്ത് കിടന്നുറങ്ങുമ്പോൾ പിറ്റേ ദിവസം രാവിലെ ഷെഫീഖ് എണീക്കൊന്ന് പറയാൻ പറ്റില്ല. ഒരു സംശയവും വേണ്ട, ഷെഫീഖ് മരണപ്പെട്ടാൽ, ഷെഫീഖ് മയ്യത്തായാൽ ഷെഫീഖിന്റെ മയ്യത്തും തോളിലേറ്റിയിട്ട് എൻ്റെ ഉപ്പ പോകുന്നൊരു പോക്കുണ്ട്. എൻ്റെ ഏട്ടൻ ആ മയ്യത്ത് കട്ടിലുമ്പോൾ പിടിക്കുന്ന ഒരു പിടുത്തമുണ്ട്. എൻ്റെ കണ്ണിൽ അതെനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ തഹ്ലീല് ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി എന്നെ രാമപുരം പള്ളിയിലെ സ്വാലിഹ് ഫൈസി ഇമാമത്ത് നിൽക്കുന്ന ആ ഒരു പള്ളിയിൽ എന്നെ കൊണ്ടുപോയിട്ട് വെക്കുമ്പോൾ, ആ മിഹ്റാബിന്റെ മുമ്പിൽ എന്നെ കൊണ്ടുപോയിട്ട് വെക്കുമ്പോൾ എൻ്റെ സ്വാലിഹ് ഫൈസി, എൻ്റെ ഉസ്താദായിട്ടുള്ള സ്വാലിഹ് ഫൈസി ആ മൈക്ക് എടുത്തിട്ട് ഒരു ചോദ്യം പറയാനുണ്ട്. ഈ ഷെഫീഖിന്റെ മുകളിൽ വല്ല ബാധ്യതയും ഉണ്ടെങ്കിൽ ആ ബാധ്യത മുഴുവനായിട്ടും എൻ്റെ ഉപ്പ ഒരു പക്ഷേ ഏറ്റെടുത്തേക്കാം. പക്ഷേ 1000 ഉസ്താദുമാർക്ക് 10 ലക്ഷം രൂപയിൽ 900 സ്ക്വയർ ഫീറ്റിന്റെ വീട്, അതും ഉസ്താദുമാർ ഇഷ്ടപ്പെട്ട പ്ലാനിൽ, അവരെ പ്ലോട്ടിന് ഇഷ്ടപ്പെട്ട രീതിയിൽ 900 സ്ക്വയർ ഫീറ്റിന്റെ വീട് 10 ലക്ഷം രൂപ വകയിരുത്തിയാൽ 100 കോടി രൂപയുടെ ബഡ്ജറ്റ്. ഈ 100 കോടി രൂപയുടെ ബഡ്ജറ്റിന്റെ ബാധ്യത ഷെഫീഖ് ഏറ്റെടുക്കൂല കേട്ടോ. ഷെഫീഖ് എന്നല്ല, ഷെഫീഖിന്റെ കുടുംബത്തിന് ഏറ്റെടുക്കാൻ കഴിയില്ല. എൻ്റെ ഉപ്പാക്ക് ആളുള്ളത് 1 ഏക്കറും 35 സെന്റ് സ്ഥലമാണ്. ആ സ്ഥലത്തിന്റെ അവകാശികളായിട്ട് ഞങ്ങൾ 5 മക്കളുണ്ട്. ഞങ്ങളെ സ്വത്തിൽ നിന്നോ ഞങ്ങളെ അനന്തരാവകാശത്തിൽ നിന്നോ ഒരു ഉസ്താദിന് വീടച്ചരാൻ ഒരിക്കലും ഞാൻ അതിന്റെ വാക്കോ ബാധ്യതയോ ഏറ്റെടുക്കൂല. ഷെഫീഖ് അത് ഏറ്റെടുക്കൂല. നിങ്ങളെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന സംഭാവന, ആ സംഭാവനക്ക് നിങ്ങൾ എനിക്ക് തരുന്നൊരു വാക്കുണ്ട്. ഈ സംഭാവന നീ നിന്റെ വീട്ടിലേക്ക് എടുക്കരുത്, നിന്റെ കുടുംബത്തിലേക്ക് ഇരിക്കരുത്, നിന്റെ ഡ്രസ്സിൽ എടുക്കരുത്, നിന്റെ